CPIയും CPMും പലവട്ടം വ്യക്തമാക്കി, ഞങ്ങൾക്ക് SDPയുമായിട്ട് ഒരു തരം ബന്ധവുമില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾക്ക് എല്ലാ മനുഷ്യൻ്റെയും വോട്ട് വേണം, മനുഷ്യൻ്റെ വോട്ട് വേണം, എല്ലാവരുടെയും വോട്ട് വേണമെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ വോട്ട് വേണം. ആ വോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ കേട്ടു, SDPI പ്രസിഡന്റ് ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, മിനിഞ്ഞാന്നാണ്, ഞങ്ങൾക്ക് BJPക്ക് ഗുണകരമായതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഞാൻ കേട്ടതാണ്, നിങ്ങൾ കേട്ട് കാണും. BJPക്ക് ഗുണം ചെയ്യുന്ന ഒന്നും ചെയ്യില്ല എന്ന് ഒരു കൂട്ടർ പറഞ്ഞാൽ അവരുടെ പുറകെ ചെന്നിട്ട് അതല്ല, നിങ്ങൾ BJP സഹായിക്കാൻ പറയാൻ ഞങ്ങളെ കിട്ടില്ല. ഞങ്ങളുടെ ലക്ഷ്യം BJPയെ സഹായിക്കലല്ല, തടകലാണ്, BJP ചെറുക്കലാണ്. അതുകൊണ്ട് ആരെങ്കിലും BJPയെ സഹായിക്കുന്ന നിലപാടിലേക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ ഉന്തിത്തള്ളി അവരെ ആ ഭാഗത്തേക്ക് അയക്കാൻ ഞങ്ങളില്ല. തെളിച്ചല്ല പറയുന്നത്. ഞങ്ങൾക്ക് ആശയപരമായിട്ട് ഒരു ബന്ധവുമില്ല SDPയോടോ. പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞങ്ങൾക്ക് വേണ്ടത് മനുഷ്യരുടെ വോട്ട് മാത്രമാണ്. ഞങ്ങൾക്ക് വേണ്ടത് മനുഷ്യരുടെ വോട്ട് മാത്രമാണ്. ആ വോട്ട് കിട്ടണം. അല്ല, അങ്ങനെയുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അവർ BJP തോൽപ്പിക്കാൻ വേണ്ടി, ഞങ്ങൾക്കറിയാൻ പറ്റുമോ ആ വോട്ട് ആർക്കാണെന്ന്? ഞങ്ങൾ മുൻകൂട്ടി പറയില്ല. CPIക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടത് എല്ലാ മനുഷ്യരുടെയും വോട്ടാണ്. ഞങ്ങൾ മതഭ്രാന്തിനെതിരാണ്. മതഭ്രാന്തിനെതിരാണ്. മതം വേറെ, വർഗീയ ഭ്രാന്തി വേറെ എന്ന് ബോധ്യമുള്ള പാർട്ടിയാണ് CPI. അതാണ് ഇടതുപക്ഷം. അല്ല, മതഭ്രാന്തുള്ളവർക്ക് അങ്ങനെ ആകാൻ പറ്റില്ല. മനുഷ്യർക്കാവാൻ പോകാൻ പറ്റില്ല. ആര് പറഞ്ഞു വാങ്ങുന്നു? അല്ല, ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ അഭിമന്യുവിൻ്റെ കൂടെയാണ്. ഞങ്ങൾ ഇടതുപക്ഷം പൂർണ്ണമായിട്ടും ഉള്ളത് അഭിമന്യുവിൻ്റെ കൂടെയാണ്, ഘാതകൻ്റെ കൂടെയല്ല. ആ ചോദ്യം നിൽക്കുന്നില്ലല്ലോ. ഞങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ചോദിച്ചത് ആരെ പറ്റിയാണ്? അഭിമന്യുവിനെ പറ്റിയാണ്. ഞങ്ങളുടെ നിലപാട് ആ കൂടെയാണ്, അഭിമന്യുവിൻ്റെ കൂടെയാണ്. ഞങ്ങൾ നിൽക്കുന്നത് അഭിമന്യുവിൻ്റെ കൂടെയാണ്, ഘാതകന്മാരുടെ കൂടെയല്ല. UDFിനെ പറ്റി പറയല്ലേ അധികം. UDF എന്ന് പറഞ്ഞാൽ ഒന്നും പറയുന്നത് ചെയ്യും. UDF തെക്കോട്ടെന്ന് പറഞ്ഞാൽ വടക്കോട്ട് പോകും, ഉറപ്പാണ്. ആ UDF പറഞ്ഞല്ല, അഭിമന്യുവിൻ്റെ കൂടെ തന്നെയാണ്, ഘാതകൻ്റെ കൂടെ അല്ല. മനുഷ്യൻ്റെ വോട്ട് വേണം, വൈരുദ്ധ്യമൊന്നുമില്ല. ആര് പറഞ്ഞു? എല്ലാ മനുഷ്യൻ്റെയും വോട്ട് സ്വീകരിക്കും. എല്ലാ മനുഷ്യൻ്റെയും വോട്ട് സ്വീകരിക്കും. വർഗീയ ഭ്രാന്തിന് കൂടെ പോകില്ല. അല്ലേ? ലവ് ജിഹാദെല്ലാം കേരളം കേട്ടും കണ്ടും പറഞ്ഞു മടുത്ത് മാറ്റിവെച്ചൊരു ഇല്ലാക്കഥയാണത്. ലോകമുള്ള കാലം മുതൽ പ്രണയമുണ്ട്, അത് ശരിയാണത്. അതിൽ മതം പറഞ്ഞ്, ജാതി പറഞ്ഞ് കുഞ്ഞുങ്ങളെ തെറ്റിക്കുന്ന ഭ്രാന്താണ് ലവ് ജിഹാദ്. അത് തെറ്റാണ്. അത്രേ ഉള്ളോ? അത്രേ ഉള്ളോ? ആ ആളാരാ? താങ്കൾ ഭൂതകാലം പറഞ്ഞു.
വർത്തമാനത്തിലേക്ക് വാ, വർത്തമാനം പറയൂ. ഇന്ന് അത് ഭൂതകാലത്തിൽ ഇന്നാരാ ആ മാന്യ സ്ത്രീ? ഇന്നാരാണ്? നമുക്കെല്ലാം ആദരവുള്ള ആ മാന്യ മഹതി ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയാണ്, BJP നേതാവാണ്, BJP രാഷ്ട്രീയം പറയുകയാണ്. അത് മനസ്സിലാക്കാൻ കഴിവ് ഞങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കിയാൽ മതി.